നമുക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർത്തിൽ മാത്രമേ പഠിക്കാനുള്ളൂ. BBAക്കാർക്ക് പറയുകയാണെങ്കിൽ അവർക്ക് ഫിഫ്ത്തിൽ വേറെ തന്നെ ഇത് എന്താണ് മാനേജ്മെൻറ്റ് സയൻസ് പറഞ്ഞ് പഠിക്കേണ്ടത്. അതുകൊണ്ട് അവരിതിൽ പഠിക്കുന്നില്ല. അപ്പോൾ നിങ്ങളിന്ന് ഈ ഡിസിഷൻ തിയറിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലീനിയർ പ്രോഗ്രാമിങ്ങിന്നോ നമുക്കെന്താണ് ഒരു 10 മാർക്കിനെങ്കിൽ രണ്ടും കൂടി ചേർത്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഡിസിഷൻ ട്രീയിലേക്ക് തന്നെ അതൊന്ന് ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തതാണല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ ആണ് EVPI. ഈ EVPI അധികം നിങ്ങളടുത്ത് ചിലപ്പോൾ തിയറി ആയിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇത് തിയറി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം നിങ്ങൾ എഴുതുക. എന്നിട്ട് എന്താണ് ഈ ഒരു ഫസ്റ്റ് ഈ ഒരു പോർഷൻ ഒന്ന് എഴുതി കാണിക്കുക എന്നുള്ളതാണ്. ഇതെന്താ വെച്ചാൽ ടു ഗെറ്റ് എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫർമേഷൻ select the highest payoff of every row with these payoffs. Find the expected value. That is expected value with perfect information. അപ്പോൾ ഇതിൻ്റെ ഒരു തിയറിയാണ്. നമുക്കെന്താണ് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ട് EVPI ഫ്രം ദ പേ ഓഫ് ടേബിൾ ഗിവൺ ബിലോ നോൺ ദാറ്റ് PS1 is equal to അതിൻ്റെ അതായത് ഇതിൻ്റെ EVPI കാണാനാണ് പറഞ്ഞത്. താഴെ ഒരു പേ ഓഫ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതായത് 3 സ്ട്രാറ്റജീസ് ഉണ്ട്, 3 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. A1, A2, A3 എന്ന് പറഞ്ഞ 3 ഓൾട്ടർനേറ്റീവ്സ്, 3 സ്ട്രാറ്റജീസ് ആണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഏത് ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ട്രാറ്റജീസിന് ഇതിൻ്റെ പേ ഓഫ് ടേബിളാണ് കൊടുത്തത്. അപ്പോൾ സ്ട്രാറ്റജി 1 വിത്ത് എന്താണ് ഓൾട്ടർനേറ്റീവ് 1. ഓൾട്ടർനേറ്റീവ് 1ൻ്റെ കൂടെ സ്ട്രാറ്റജി 1 ഉപയോഗിക്കുകയാണെങ്കിൽ 30 നമുക്ക് കിട്ടുന്ന എന്ത് പേ ഓഫ്. പേ ഓഫ് എന്ന് വെച്ചാൽ അത് നമുക്ക് കിട്ടുന്ന റിട്ടേൺ അല്ലെങ്കിൽ പ്രോഫിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രോഫിറ്റിനെ സൂചിപ്പിക്കാനാണ് എന്ത് പേ ഓഫ് ടേബിൾ യൂസ് ചെയ്യുക. എന്താണ് ലോസിനെ സൂചിപ്പിക്കാൻ റിഗ്രറ്റ് ടേബിളാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് എന്താണ് ആ ഫസ്റ്റ് ക്ലാസ്സിൽ എന്താണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്ക് അത് ഒന്നുകൂടി കണ്ടാൽ മതി. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പേ ഓഫ് ടേബിൾ എന്താണെന്ന് വെച്ചാൽ അത് പ്രോഫിറ്റ് സൂചിപ്പിക്കാനാണ്. അങ്ങനെ എന്താണ് ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രോഫിറ്റ് കിട്ടുന്നത് 40. ഇതാണ് ഈ A1 ആൻഡ് സ്ട്രാറ്റജി 3. ഇതിലാണ് ഏറ്റവും വലിയ പേ ഓഫ്. അപ്പോൾ നമ്മളോട് ഇവിടെ EVPI കാണാനാണ് പറയുന്നത്. EVPI എന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫർമേഷൻ ആണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് ഈ ഒറ്റ കണക്ക് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇവിടെ പ്രോബിലിറ്റി ഓഫ് സ്ട്രാറ്റജി 1 0.5 ആണ്. പ്രോബിലിറ്റി ഓഫ് സ്ട്രാറ്റജി 2 0.4 ആണ്. പ്രോബിലിറ്റി ഓഫ് സ്ട്രാറ്റജി 3 വരുന്നത് 0.1 ആണ്. പ്രോബിലിറ്റി ഓഫ് സ്ട്രാറ്റജി 3 വരുന്നത് എന്താണ്? അത് 0.1 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുക. കാണുന്നില്ലേ? അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. EVPI കാണാനാണ് പറയുന്നത്. അപ്പോൾ ഇത് ദീസ് ആർ ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ് A1 ആൻഡ് A2 A3. ഇത് എന്താണ് ഇവൻറ്റുകൾ അല്ലെങ്കിൽ എന്താണ് ഇത് ഓൾട്ടർനേറ്റീവ് ഡിസിഷൻസ് ആണ്. ഇത് ഇവൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് S1ൻ്റെ പ്രോബിലിറ്റി എത്രയാണെന്ന് നോക്കുക. പ്രോബിലിറ്റി ഓഫ് S1 എത്രയാണ്? അതിവിടെ എഴുതി വെക്കുക. അതെന്താണ്? 0.5 ആണ്. S2ൻ്റെ പ്രോബിലിറ്റി എന്താണ്? അത് 0.4 ആണ്. S3ൻ്റെ പ്രോബിലിറ്റി എന്താണ്? അത് 0.1 ആണ്. അത് നിങ്ങളെ എന്താണ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഈ പേ ഓഫ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് പേ ഓഫ് എന്ന് പറയാം. പേ ഓഫ് മീൻസ് അത് കിട്ടാവുന്ന പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ കിട്ടാവുന്ന എന്താണ് റിട്ടേണിനെയാണ് എന്ത് പറയുക പേ ഓഫ് എന്ന് പറയാം. റിട്ടേൺ അല്ലെങ്കിൽ എന്താണ് പ്രോഫിറ്റിനെയാണ് പേ ഓഫ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ എന്താണ് S1ൻ്റെ A1 പേ ഓഫ്, S1ൻ്റെ A2ൻ്റെ പേ ഓഫ്, S1ൻ്റെ A3ൻ്റെ പേ ഓഫ് അങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ പ്രോബബിലിറ്റിയും ഈ പേ ഓഫും A1 നേരെയായിട്ട്, ഇതിപ്പം S1 ആണ്, ഇത് S2 ആണ്, ഇത് S3 ആണ്. റോ നിങ്ങളിവിടെ എഴുതുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതെന്താണ് ഈ പ്രോബബിലിറ്റി വിത്ത് എന്താണ് ഡിസിഷൻ പ്രോബിലിറ്റി ഓഫ് ഇവൻറ്റ് വിത്ത് എന്താണ് ഡിസിഷൻ സ്ട്രാറ്റജി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക 0.4. അപ്പോൾ നിങ്ങൾ ഈ 0.5 30 25 22 ഇവിടെ നോക്കിയാൽ 25 22 എന്താണ് കോമൺ ആയിട്ട് 0.5 ആണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താണ് ഓരോന്നും നിങ്ങൾ
ഈ പറയുന്ന A1, A2, A3. അപ്പോൾ അത് ഓരോന്നുമായിട്ട് എന്താണ്, ഇപ്പോൾ 30-നെ 25-നെയും 22-നെയും 0.5 മൾട്ടിപ്ലൈ ചെയ്യുക, 20-നെയും 35-നെയും 20-നെയും 0.4 മൾട്ടിപ്ലൈ ചെയ്യുക, 40-നെയും 30-നെയും 35-നെയും 0.1 എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ടോട്ടൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ എഴുതുക എന്നുള്ളതാണ്. എല്ലാത്തിൻ്റെയും ടോട്ടൽ നമ്മളത് താഴെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാണുന്നത്. ഇത് നമ്മൾ EMV, എക്സ്പെക്റ്റഡ് എന്താണ് മോണിറ്ററി വാല്യൂ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ അത് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്താണ്, ദ ഹയസ്റ്റ് EMV ഇസ് ദ സ്ട്രാറ്റജി A2. അതായത് ഇപ്പോൾ ഹയസ്റ്റ് EMV ഇവിടെ ഏതാ കിട്ടിയെന്ന് നോക്കുക. അതെന്താണ്, അത് 29.5 ആണ്. ഓക്കെ, കാൽക്കുലേറ്റിംഗ് ദ എക്സ്പെക്റ്റഡ് വിത്ത് പെർഫെക്റ്റ് ഇൻഫർമേഷൻ കൺസിഡറിങ്. അതായത് എന്താണ്, മാക്സിമം പേ ഓഫ് ഈച്ച് റോ എടുക്കുന്നിട്ട്. അതായത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് ആദ്യം എന്താണ് ഇങ്ങനെ കണ്ടിട്ട് ഏറ്റവും വലിയ ഹയസ്റ്റ് EMV കണക്കാക്കാനാണ് ആദ്യം ഇത് ചെയ്യുന്നത്. അപ്പോൾ EMV കാണാനാണ് എന്തിൻ്റെ പ്രോബിലിറ്റി, സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇവൻസിൻ്റെ പ്രോബിലിറ്റി ആയിട്ട് എന്താണ് ഓരോ ഓൾട്ടർനേറ്റീവ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഓരോ ഇവൻറ്റ്സ് ഈ S1, S2, S3 വരുന്ന മാക്സിമം പേ ഓഫുകൾ എടുക്കുക. S1 മാക്സിമം പേ ഓഫ് 30 S2 മാക്സിമം പേ ഓഫ് 35 S3 മാക്സിമം പേ ഓഫ് 40. അതാണ് എന്ത് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്താണ് അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, S1-ൻ്റെ പ്രോബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യുക, S2-ൻ്റെ പ്രോബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യുക, S3-ൻ്റെ പ്രോബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ സംഖ്യകളുണ്ടല്ലോ അതിവിടെ താഴെ കൂട്ടിയതാണ്. അതെന്താണ്, എക്സ്പെക്റ്റഡ് പേ ഓഫ് വിത്ത് പെർഫെക്റ്റ് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, അതാണ് 33. സോ ദസ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ ഇസ് ഈക്വൽ ടു EVPI ഇസ് ഈക്വൽ ടു എന്താണ്, എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫർമേഷൻ മൈനസ് മാക്സിമം EMV ആണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫർമേഷൻ ഇങ്ങനെ എടുത്തിട്ട് അതിനെന്താണ് മാക്സിമം EMV അതിൽ നിന്ന് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, അതാണ് നമ്മുടെ ഈ പറയുന്ന EVPI. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EVPI കാണാൻ ചോദിക്കുകയാണെങ്കിൽ SA ക്വസ്റ്റ്യൻ ആണ് ഇത്. ചോദിക്കുകയാണെങ്കിൽ എന്താണ്, SA കുറഞ്ഞൊരു മാർക്കിന് ചോദിക്കില്ല എന്നുള്ളതാണ്, 10 മാർക്കിനെ ചോദിക്കുള്ളൂ. അപ്പോൾ നമ്മളോടിവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് EVPI ആണ്. അപ്പോൾ EVPI കാണാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ EMV കാണാൻ വേണം. പിന്നെന്താണ്, അതുകൂടാതെ ഈ പറയുന്ന എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫർമേഷനും കാണണം. എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് അത് ഇങ്ങനെ തന്നെ എഴുതണം നിങ്ങൾ, എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നോക്കുക, ഓരോ ഇവൻസിനും എന്താണ് അതിന് വന്ന പ്രോബിലിറ്റീസ് എന്ന് നോക്കുക. അപ്പോൾ S1-ൻ്റെ പ്രോബിലിറ്റി 0.5 ആണ്, അതിന് നേരെ 0.5 ചെയ്താൽ. S2-ൻ്റെത് 0.4 0.4, S3-ൻ്റെത് 0.1 ആണ്. അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ആദ്യം കാണേണ്ടത് EMV ആണ്. അപ്പോൾ EMV എങ്ങനെ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 0.5-നെ ഇതെല്ലാം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ ഓൾട്ടർനേറ്റീവ് 1-ഉം ഓൾട്ടർനേറ്റീവ് 2-ഉം ഓൾട്ടർനേറ്റീവ് 3-ഉം ആയിട്ട്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ 15-ഉം 12.5-ഉം 11-ഉം കിട്ടും. ഈ 0.4-നെ ഇത് ഓരോന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 0.1-നെ ഇത് ഓരോന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഈ സാധനങ്ങൾ ഈ ഓൾട്ടർനേറ്റീവ്സിന് നമ്മൾ ആ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ആ പ്രോബിലിറ്റീസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ടോട്ടലാണെന്ത് EMV എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും മാക്സിമം EMV-നെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ S1-ൻ്റെ ഇവിടെ നമ്മൾ റോല് നോക്കിയിട്ട് ഏറ്റവും വലിയ പേ ഓഫ് നിങ്ങൾ എന്ത് ചെയ്യുക എടുക്കുക, S2-ൻ്റെ ഇവിടെ നോക്കിയിട്ട് വലിയ പേ ഓഫ് എടുക്കുക, S3-ൻ്റെ ഇവിടെ നോക്കിയിട്ട് വലിയ പേ ഓഫ് എടുക്കുക. അതിനെന്ത് ചെയ്യുക, ഈ വലുതിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നത്. അത് 33 എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നേരത്തെ ഈ കിട്ടിയ 33-നെ നേരത്തെ കിട്ടിയ മാക്സിമം EMV അതിൽ നിന്ന് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, EVPI കിട്ടും. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? എന്നാലും ഞാൻ ഡിസിഷൻ ട്രീയിലേക്ക് കിടക്കട്ടെ അല്ലേ. അപ്പോൾ ഡിസിഷൻ ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ചിലപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ഇത് ചോദിക്കും കേട്ടോ, തിയറി ആയിട്ട് ചോദിക്കും. അതെന്താണ്,
ഡയഗ്രാമറ്റിക്കലി നമ്മൾ എന്താണ് ഒരു ഡിസിഷൻ എടുക്കാൻ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു മാനേജ്മെൻറ്റ് അല്ലേ, നമ്മൾ ഇതൊക്കെ ഒരു മാനേജ്മെൻറ്റ് സയൻസിൻ്റെ ഭാഗം തന്നെയാണ്. കാര്യം ഒരു മാനേജ്മെൻറ്റിൽ ഒരു മാനേജർ ഇപ്പോൾ അതിൻ്റെ ഓണേഴ്സ് വന്നിരിക്കുന്ന നേരത്ത് അയാൾ എന്തുകൊണ്ടൊരു ഡിസിഷൻ എടുത്തു എന്നുള്ളത് മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ ഗ്രാഫിക്കലി കാണിച്ചു കൊടുക്കാൻ ഡിസിഷൻ ട്രീ, അത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഡിസിഷൻ ട്രീ. അല്ലെങ്കിൽ പല ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരച്ചിട്ട് എന്തുകൊണ്ടാണ് മാക്സിമം പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി അത് ചെയ്തതെന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഡിസിഷൻ ട്രീ ഇങ്ങനത്തെ രൂപത്തിലുണ്ടാവുക. അപ്പോൾ എന്താണ്, ആദ്യം ഒരു സ്ക്വയറിന് തുടങ്ങും, പിന്നെ എന്താണ് അത് സർക്കിളുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ പല ബ്രാഞ്ചുകളായിട്ട് കാണിക്കുക ചെയ്യുക. ഈ A1 എന്നൊക്കെ വെച്ചാൽ പല സ്ട്രാറ്റജീസാണ്, E എന്നൊക്കെ പറഞ്ഞാൽ പല ഇവൻറ്റുകളാണ്, O എന്ന് വെച്ചാൽ പല ഔട്ട്കമ്മുകളാണ്. അപ്പോൾ പല ഔട്ട്കംസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു പോയിന്റിൽ നിന്ന് എന്താണ് പല എന്താണ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും, അതിന് പല ഇവൻറ്റുകൾ ഉണ്ടാവും, അതിനെ പല ഔട്ട്കമ്മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഡിസിഷൻ ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗ്രാമറ്റിക്കലി നമ്മളിപ്പോൾ പറയില്ലേ, ഒരു ചാർട്ട് കണ്ടിട്ട് നമ്മളിപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ എന്താണ് ചൈനേൻ്റെ ആയിട്ട് GDP കമ്പയർ ചെയ്യണ നേരത്തോ, ഇന്ത്യ USA അല്ലെങ്കിൽ ചൈന USA ഒക്കെ GDP കമ്പയർ ചെയ്യണ നേരത്തൊക്കെ നമ്മളൊരു ചാർട്ട് വെച്ച് കാണിക്കണ നേരത്ത് പെട്ടെന്ന് നമുക്ക് കത്തും അല്ലേ, കണക്കുകൾ പറയാതെ അല്ലേ. ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ കൃഷി, ഇപ്പോൾ കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന 90-കൾക്ക് മുൻപുണ്ടായിരുന്ന കൃഷി ഒരു ചാർട്ട്, പൈ ചാർട്ടൊക്കെ വെച്ചിട്ട് അതേമാതിരി ഒരു ഡയഗ്രാം, കേൾക്കുന്നില്ലേ? ഒരു ഡയഗ്രാം വെച്ചിട്ട് നമ്മളൊരു ഡിസിഷൻ എന്തുകൊണ്ട് എടുത്തു, ആ ഡയഗ്രാം, ഒരു ഡിസിഷൻ എന്തുകൊണ്ട് ഡയഗ്രാം എടുക്കാന്ന് വെച്ചാൽ നമ്മളെന്താണ് ആ ഡിസിഷൻ്റെ ഓരോന്നിൻ്റെയും നമ്മളെന്ത് കണക്കാക്കണം, നമുക്കുണ്ടായിരുന്ന പല അവസരങ്ങളുണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ് പ്രധാനമായിട്ടും കോമേഴ്സ് ആണ് അല്ല എടുത്തത്, സ്ട്രീമായി എടുത്ത് പഠിച്ച ആളാണ്. എനിക്ക് വേണമെങ്കിൽ എന്താണ് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾ എടുക്കായിരുന്നു, അല്ലെങ്കിൽ സയൻസ് എടുക്കായിരുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കായിരുന്നു. അപ്പോൾ അത് ഞാനൊരു ഡിസിഷനായിട്ട് ഇപ്പോൾ അതാണ് ഞാനിപ്പോൾ 10th കഴിഞ്ഞിട്ട് പല ഓൾട്ടർനേറ്റീവ്സ് അങ്ങനെ കാണിക്കും. അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന എന്താണ് ഔട്ട്കമ്മുകൾ, ഇപ്പോൾ ഏതിലാണ് നല്ലത്, അതിൽ എത്ര മാർക്ക് കിട്ടും, ഏതൊക്കെ ജോലികളിലേക്ക് പോകും, അതിൽ നിന്നുണ്ടാവുന്ന ഇവൻറ്റുകൾ എന്തൊക്കെയാണ്, അങ്ങനെ നോക്കിയിട്ട് നമ്മൾ എന്താണ് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്താണ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഡിസിഷൻ ട്രീ നമ്മൾ യൂസ് ചെയ്യുക. മനസ്സിലായില്ല? അപ്പോൾ അത് എന്തുകൊണ്ടാണ് ആ ഡിസിഷൻ എടുക്കാൻ കാരണമായത് എന്നൊരാളെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഈ ഡിസിഷൻ എടുക്കണം എന്ന് ഒരാളെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ഡയഗ്രാമറ്റിക്കലി കാണിക്കുന്ന എന്താണ് ഒരു പിക്ചർ, ഒരു സിംബോളിക് സാധനമാണ് ഈ പറയുന്ന ഡിസിഷൻ ട്രീ. അപ്പോൾ അതിലെന്താണ്, അതിൽ പല മാത്സിൻ്റെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ കുറച്ച് കണക്ക് കൂട്ടൽ വരച്ചിരുന്നാണ് അത് നമുക്ക് ആ കണക്ക് നോക്കണ നേരത്തെ അത് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണക്കാണുള്ളത്. ഓക്കെ, ഈ ഒരു കണക്ക് നിങ്ങൾ കാണുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കണക്ക്, ഇതൊരു കണക്ക് നമുക്ക് പ്രധാനമായിട്ട് നോക്കാം. അതിൽ there is 40% chance that a patient admitted there is 40% chance that a patient admitted to the hospital suffering from cancer. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരു 100 പേര് വരികയാണെങ്കിൽ, ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ ഒരു 100 പേര് വരികയാണെങ്കിൽ അതിൽ 40% ആൾക്കാർക്ക് ക്യാൻസർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നും പറയുന്നു. ഓക്കെ, അത്ര ഒരു ചാൻസ് ഉണ്ട്. 60% ആൾക്കാർ എന്തായിരിക്കും, അവർ മറ്റേതെങ്കിലും അസുഖമായിട്ടായിരിക്കും വരിക. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, എ ഡോക്ടർ ഹാസ് ടു ഡിസൈഡ് വെദർ എ സീരിയസ് ഓപ്പറേഷൻ ഷുഡ് ബി പെർഫോംഡ് ഓർ നോട്ട്. അതായത് ഇപ്പോൾ ഡോക്ടർ എന്തെടുക്കണം, ഒരു ഡിസിഷൻ എടുക്കണം, ഒരു സീരിയസ് ഓപ്പറേഷൻ നടത്തണമോ അല്ലെങ്കിൽ വേണ്ടിയോ എന്നുള്ളത്. ഓക്കെ, അതാണ് ഡിസിഷൻ അവിടെ വരുന്നത്. ഇഫ് ദ പേഷ്യൻ്റ് ഈസ് സഫറിങ് ഫ്രം ക്യാൻസർ, നമ്മുടെ പേഷ്യൻ്റ് ക്യാൻസറായിട്ട് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ് എ സീരിയസ് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ്, ദ ചാൻസസ് ദാറ്റ് ഹി വിൽ റിക്കവർ ഈസ് 70%. അപ്പോൾ ഈ 40% ആൾക്കാരിൽ വരുന്നതിൽ ഒരു സീരിയസ് ഓപ്പറേഷൻ ഇവർക്ക് നടത്തുകയാണെങ്കിൽ 70% ആൾക്കാർ രക്ഷപ്പെടും, 30% ആൾക്കാർ എന്താണ് അതിലും മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട് ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ദ പേഷ്യൻ്റ് ഈസ് നോട്ട് സഫറിങ് ഫ്രം ക്യാൻസർ ആൻഡ് എ സീരിയസ് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ്, ചാൻസ് ദാറ്റ് ഹി വിൽ റിക്കവർ ഈസ് 20%. അതർവൈസ് ഇറ്റ് ഈസ് എന്താണ് 100%. അപ്പോൾ അതായത് ഇവിടെ പറയുന്നത് എത്രയാണ്, 20%. 20 എവിടെ വരുന്നത്? ഓക്കെ, അപ്പോൾ ഇവിടെ
ഈ 60% ആൾക്കാരുണ്ടല്ലോ, ഈ 60% ആൾക്കാരിൽ ക്യാൻസർ ഇല്ല. അവർക്കൊരു സീരിയസ് ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ 20% ആൾക്കാർ എന്ത് ചെയ്യുള്ളൂ, റിക്കവർ ചെയ്യുള്ളൂ. അതായത് ഒരു അസുഖമില്ലാത്ത ഒരാളെ വെറുതെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 20% ആളെ റിക്കവർ ചെയ്യുള്ളൂ. ബാക്കി 80% ആൾക്കാർ എന്തായി പോവും, മരിച്ചു എന്നാണ് പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന ക്യാൻസർ ഇല്ലാത്ത വ്യക്തികളെ ഒരു ഓപ്പറേഷനും ചെയ്തിട്ടില്ലെങ്കിൽ 100% ആൾക്കാരും എന്താണ്, രക്ഷപ്പെടും എന്നാണ് പറയുന്നത്. Assume that the recovering and death are the only possible result. Construct an appropriate decision tree. What decision should the doctor take എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു എന്താണ് സ്ക്വയർ വരയ്ക്കുക. തുടക്കത്തിലൊരു സ്ക്വയറാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഒരു സ്ക്വയർ ആയിട്ടുള്ളൂ. പിന്നെന്താണ്, ആ സ്ക്വയറിൽ നിന്നാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ്സിലേക്ക് പോകേണ്ടത്. അപ്പോൾ സ്ക്വയറിൽ നിന്ന് ഓൾട്ടർനേറ്റീവ്സിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്യാൻസർ വന്ന പേഷ്യൻസ് ഇവിടെ നിന്ന് ബ്രാക്കറ്റിൽ എന്തിടുക, 40% വരാൻ ചാൻസ് ഉണ്ട്. നോ ക്യാൻസർ വരുന്ന പേഷ്യൻസ് 60% വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും ഒരു സ്ക്വയർ തന്നെ വരയ്ക്കുക. കാര്യം നമ്മൾ എന്താണ്, ഓപ്പറേഷൻ അല്ലെങ്കിൽ നോൺ ഓപ്പറേഷൻ ആണ് രണ്ട് ഓൾട്ടർനേറ്റീവ് അല്ലേ. ക്യാൻസർ വരുന്നതും വരാത്തതൊന്നല്ല, ഓൾട്ടർനേറ്റീവ് അല്ല, രണ്ടും പ്രോബിലിറ്റീസ് അവിടെ പറഞ്ഞതാണ്. അപ്പോൾ ഓപ്പറേഷൻ അത് രണ്ടുമാണ് നമ്മൾ മുമ്പുള്ള ഓൾട്ടർനേറ്റീവ്സ് ഉള്ളത്. അപ്പോൾ അതിൽ ക്യാൻസർ വന്നൊരാളെ ഓപ്പറേറ്റ് ചെയ്യുക, ക്യാൻസർ വന്നൊരാളെ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുക, ക്യാൻസർ വരാത്തൊരാളെ ഓപ്പറേറ്റ് ചെയ്യുക, ക്യാൻസർ വരാത്തൊരാളെ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുക. അതിനു വേണ്ടി എന്ത് കൊടുക്കുക, രണ്ട് ഈ പറയുന്ന ഇവൻറ്റുകളാണല്ലോ, അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ആണല്ലോ. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സ്ട്രാറ്റജിയാണ്, ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്നത് സ്ട്രാറ്റജിയാണ്. അതേമാതിരി ക്യാൻസർ വരാത്തൊരാൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്ട്രാറ്റജിയാണ്, ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്നത് സ്ട്രാറ്റജിയാണ്. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഡോക്ടർ മാത്രം വിചാരിച്ചാൽ പോരാ, രോഗീൻ്റെ കൂടെ ആളെ സമ്മതപത്രം വേണ്ട. അപ്പോൾ അയാൾക്കും കൂടി എന്താണ് ഈ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കാമല്ലോ. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ എന്താണ് നോ ഓപ്പറേഷൻ, ഇത് രണ്ടുമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അതൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജീസിൽ ഉണ്ടാവുന്ന ഔട്ട്കമ്മുകളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഔട്ട്കം നമ്പർ 1 വെച്ചാൽ ക്യാൻസർ വന്ന ഒരാളെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഫസ്റ്റ് ഔട്ട്കമാണ് അയാൾ റിക്കവർ ആവും എന്നുള്ളതാണ്. എത്ര ശതമാനം ആൾക്കാർ റിക്കവർ ആവും, 70%. അപ്പോൾ 70 നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 70 നിങ്ങൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ പെർസെൻറ്റേജിന് എന്ത് ചെയ്യുക, ഡെസിമൽ ആക്കിയിട്ട് എന്താണ് ഇവിടെ എഴുതുക എന്നുള്ളതാണ്. പെർസെൻറ്റേജിന് എന്താണ് നിങ്ങൾ ഡെസിമൽ ആക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങളത് എഴുതുക. ഇനി അടുത്തതായിട്ട് പിന്നെ വരുന്ന എന്താണ്, ഇവിടെ പിന്നെ ഇവിടെ റിക്കവർ കഴിഞ്ഞിട്ട് മരണപ്പെടാനുള്ള ചാൻസ് എത്രയാണ്. അപ്പോൾ 70% ആൾക്കാർ മരിക്കുമെന്ന് പറയുമ്പോൾ 70% ആൾക്കാർ എന്നാണ് റിക്കവർ ആവുമെന്ന് പറയുമ്പം ഡെത്തിൻ്റെ ചാൻസ് എത്രയാണ്, അത് 30% ആണ്. ആ 30 എന്ത് ചെയ്യുക, നിങ്ങൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഡെസിമലും എന്ത് ചെയ്യുക, നിങ്ങളിവിടെ എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കേണ്ടത് ക്യാൻസർ വന്നതിൻ്റെ അല്ലെങ്കിൽ വരുന്ന ആൾക്കാരുടെ പ്രോബിലിറ്റി എത്രയാണ്, അത് 0.4 അല്ലേ. 40 എന്ത് ചെയ്യണം, നിങ്ങൾ ഈ 40 നിങ്ങൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.4 കിട്ടി. ആ 0.4 ഈ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, 0.28 കിട്ടും. അപ്പോൾ അത് എന്താണ്, ഒരു ഔട്ട്കമാണ്, അതായത് 0.28. ഓക്കെ, അതൊരു ഔട്ട്കമാണ്. അപ്പോൾ ഇത് 40% ചാൻസസ് ആണ് എന്തിലുള്ളത്, ഈ പറയുന്ന ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതായത് ക്യാൻസർ വരാനുള്ള മൊത്തം ഇവിടെ മുതൽ എന്താണ്, അത് ഇവിടെ വരണ്ട്, അതിന് താഴെയാണ് എന്ത് 60%. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്താണ്, ഈ പറയുന്ന പോലെ 40% ആയിട്ട് ആണ്, 0.60. ഇനി അടുത്തത് നിങ്ങൾ നോക്കുക, മരിക്കാനുള്ള ചാൻസ്, ക്യാൻസർ വന്നൊരാൾ ഓപ്പറേഷൻ ചെയ്താലും മരിക്കാനുള്ള ചാൻസ് 0.3 ആണ്. അപ്പോൾ ഇവിടെ ഞാനിവിടെ എഴുതുകയാണ് ഇങ്ങനെ
0.4, കാരണം 40% 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ 0.4 ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു 0.12 അവിടെ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഒരു ഓപ്പറേഷനും ചെയ്തിട്ടില്ലെങ്കിൽ, അതർവൈസ് ഇറ്റ് ഈസ് 35%. ഒരു ഓപ്പറേഷനും ക്യാൻസർ വന്ന ഒരാളെ ചെയ്തിട്ടില്ലെങ്കിൽ 35%. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 35നെ നിങ്ങൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. അതിനെ എന്ത് ചെയ്യുക? ഈ 0.4 എന്ത് ചെയ്യുക? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 0.35 ഇൻറ്റു 0.4, 0.14 തന്നെ, അതുതന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി എന്താണ്? 0.65 അപ്പോൾ മരണപ്പെടാനുള്ള ചാൻസ്. അതെങ്ങനെ കിട്ടി? 35 പേരെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ എന്താണ്? 65% ആൾക്കാർ അല്ലേ ഡെത്തിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്? അതിനെന്ത് ചെയ്യുക? ഈ 0.4 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? ക്യാൻസർ വരാത്ത ആൾക്കാരെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ 20% ആൾക്കാരെ റിക്കവർ ആവുള്ളൂ. ആ 20 എന്ത് ചെയ്യുക? അതിവിടെ പറയുന്നുണ്ടല്ലോ, 20 നിങ്ങൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 0.2. അതിനെന്താണ്? ഇവിടെ 60% അല്ലേ ക്യാൻസർ വരാത്ത ആൾക്കാരുടെ ചാൻസ്. അപ്പോൾ 0.6 അതിനെ ഈ 0.2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക, 0.12. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഓപ്പറേഷൻ ചെയ്തിട്ട് മരിച്ചു പോകാനുള്ള ചാൻസ് അപ്പോൾ എന്താണ്? ഒരു പ്രശ്നമില്ലാത്ത ക്യാൻസർ ഇല്ലാത്ത ആൾക്കാർ 80%. അപ്പോൾ അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.8. ആ 0.8നെ 0.6 മൾട്ടിപ്ലൈ ചെയ്താൽ 0.48. നെക്സ്റ്റ്, ക്യാൻസർ ഇല്ലാത്ത ആൾക്കാർ ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും റിക്കവർ ആവും. അപ്പോൾ റിക്കവർ ആവുമെന്ന് വെച്ചാൽ 100% റിക്കവർ ആവും എന്നുള്ളതാണ്. അപ്പോൾ 100നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. 1നെ ഈ 0.6 മൾട്ടിപ്ലൈ ചെയ്താൽ 0.6 തന്നെ. 0 ആൾക്കാരെ മരിക്കുള്ളൂ. 0നെ 0.6 മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൺസ്ട്രക്റ്റ് എന്താണ്? എന്ത് ഡിസിഷനാണ് ഒരു ഡോക്ടർ എടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ പ്രോബിലിറ്റി 1 നോക്കുക നിങ്ങൾ. പ്രോബിലിറ്റി 1 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ്റെ കേസ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ റിക്കവറി ഉണ്ട് 0.28, 12, പിന്നെ വരുന്നത് 14, 60. അതായത് ഓപ്പറേഷൻ്റെ കേസ് മാത്രം നോക്കുക. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഒറ്റ മിനിറ്റ് ഉണ്ടല്ലേ. ഓക്കെ, കാണുന്നില്ലേ? ഹലോ, ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റിക്കവറീൻ്റെ കേസ് മാത്രം എടുക്കുക. റിക്കവറീൻ്റെ കേസ്, അതായത് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്താൽ 28% ക്യാൻസറുള്ള ആൾ റിക്കവർ ചെയ്യും. എന്താണ്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ ഇല്ലാത്ത ആൾ 12%. അപ്പോൾ 0.28 പ്ലസ് 0.12, അപ്പോൾ 0.4 വരുള്ളൂ. ഇനി ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ 14% എന്താണ്? റിക്കവർ ആവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോ ക്യാൻസർ ഇല്ല ആളാണ്, നോ ഓപ്പറേഷൻ ആണെങ്കിൽ 0.6 ആണ്. അത് രണ്ടും കൂടി വരുമ്പോൾ 0.74. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും റിക്കവറി ആവുന്നത് എത്രയാണ്? നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസർ ഉള്ളൊരാൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 28, എന്താണ്? ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ ഇല്ലാത്തൊരാൾ 0.12 ആണ്. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0.4 ആണ്. ഇനിയിപ്പം ഒരു ഓപ്പറേഷനും ചെയ്തിട്ടില്ലെങ്കിൽ ക്യാൻസർ ഉള്ള ഒരാൾ 14,
അതേമാതിരി ക്യാൻസർ ഇല്ലാത്തൊരാൾ എന്താണ് റിക്കവർ ആവുന്നത് 60 ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 74 വരുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 0.4 ഓപ്പറേഷൻ ചെയ്താൽ തന്നെ ആൾക്കാർ റിക്കവർ ആവുള്ളൂ. 0.74 ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിലും എന്താണ് റിക്കവർ ആവുന്നത് കൊണ്ട് അധിക പക്ഷവും ഡോക്ടേഴ്സ് എന്തെടുക്കാൻ പാടില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതൊന്നും കൂടി പറയണോ? കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ പറയണോ? ഇത് അത്ര ഇമ്പോർട്ടൻ്റ്. ഇത് ചോദിക്കുകയാണെങ്കിൽ ഇത് ഒന്നുകിൽ ഫുള്ളായിട്ട് ഒഴിവാക്കി വിടുക. കാര്യം എന്താണെന്ന് വെച്ചാൽ എസ് എ ആയിട്ട് ചിലപ്പം ചോദിക്കുള്ളൂ. അപ്പോൾ എസ് എ ആയിട്ട് നമുക്ക് 4 ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. വേറെ എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ എന്താണ് അതെടുത്ത് എഴുതുക. ഇനിയിപ്പോൾ എന്താണ് ഇത് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കില്ല ചോദിക്കുക. മനസ്സിലായില്ല? ടെക്സ്റ്റിലൊരു ക്വസ്റ്റ്യൻ തന്നതാണിത്. അപ്പോൾ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ എന്താണ് നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എസ് എ ആയിട്ടേ ചോദിക്കും, അല്ലാണ്ട് എന്താണ് ഒരിക്കലും നമ്മൾ ചെറിയ മാർക്കിന് ചോദിക്കില്ല. ഇതിൻ്റെ തിയറീസ് പിന്നെ നമ്മളെന്താണ് ഇതിൽ തന്നെ മറ്റ് സംഗതികളുണ്ടല്ലോ മനസ്സിലാക്കി വെക്കേണ്ടത്. എന്താണ് പ്രധാനപ്പെട്ട 2 പ്രോബിലിറ്റി തരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് നമ്മൾ ഡിസിഷൻസിന് എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കണക്ക് ചെയ്യുന്ന നേരത്ത് അപ്പോൾ ക്യാൻസർ ഉള്ള ഒരാൾ, ക്യാൻസർ ഇല്ലാത്ത ഒരാൾ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇപ്പോൾ ക്യാൻസർ ഉള്ളത് 40% ചാൻസും ഇല്ലാത്തത് 60%. ക്യാൻസർ ഉള്ള ഒരാൾ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അയാൾ 70% റിക്കവർ ആവും ഇവിടെ പറയുന്ന മാതിരി. അപ്പോൾ അതിന് 0.7 ആക്കുക. അപ്പോൾ ബാക്കി 30% ആൾ എന്താണ് മരിച്ചു പോകും. ക്യാൻസർ ഉള്ള ഒരാളെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അയാൾ 35% റിക്കവർ ആവുള്ളൂ. അതിന് 0.35 ആക്കുക. 35ലേക്ക് എന്താക്കണം, 35% എന്ന് കാണുമ്പോൾ അതിന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ 35 എന്താണ് 0.35 വരുന്നുള്ളൂ. അപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ മരണപ്പെടുന്ന ചാൻസ് ഇപ്പോൾ 0.65 രണ്ടും കൂടി ചേർക്കുമ്പോൾ 100 കിട്ടണമല്ലോ. ഇനി ക്യാൻസർ ഇല്ലാത്തൊരാളെ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ റിക്കവർ ആവുക 0.2, മരണപ്പെട്ടു പോവുക 0.8. ഇനി എന്താണ് ചെയ്തിട്ടില്ലെങ്കിൽ റിക്കവർ ആവുക 1, മരണപ്പെട്ടു പോവുക 0. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താണ് റിക്കവറിങ് മാത്രം നോക്കുക, ഓപ്പറേഷൻ്റെ റിക്കവറി മാത്രം നോക്കുക. ഓപ്പറേഷൻ ചെയ്താൽ 28 റിക്കവർ ആവും, 12 റിക്കവർ ആവും. ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അല്ല, ഇതല്ലേ നമ്മൾ സ്ട്രാറ്റജീസ്. സ്ട്രാറ്റജി 1 ഓപ്പറേഷനാണ്, സ്ട്രാറ്റജി 2 നോൺ ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ 2 നോ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ റിക്കവറി 14 ആവും, എന്താണ് 60 ആവും. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ ചെയ്താലുള്ള പ്രോബിലിറ്റീസ് ആഡ് ചെയ്യുക. 28ഉം എന്താണ് 12 ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് 0.4 വരുള്ളൂ, 0.40. പിന്നെ എന്താണ് ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ റിക്കവറി 14ഉം 60ഉമാണ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ 0.74 വരും. അപ്പോൾ ഇതാണ് കൂടുതൽ. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാതിരിക്കുന്നതാണ് ഡോക്ടേഴ്സിന് നല്ലത് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ അത് നോക്കി വെക്കുക. ഈ ഒരു കണക്ക് തന്നെ നമ്മളെന്താണ് ഈ കണക്ക് ഇതിലില്ലേ, ഞാൻ ഈ നോട്ട് അയച്ചതുണ്ടല്ലോ, നോട്ടിൽ നിന്ന് നമ്മളെന്താണ് ആ ഒരു സാധനം എടുത്തിട്ടേ ഒന്ന് നമ്മൾ നോക്കിയിട്ട് ഒന്ന് പ്രിൻ്റൊക്കെ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഈ ഒറ്റ കണക്ക് ചെയ്താലും മതി. വല്ലാണ്ടെന്താണ് ഇതിലേക്ക് ചൊറഞ്ഞ് നിൽക്കണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്ന് എസ് ആയിട്ടേ ചോദിക്കുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെന്താണ് സ്ട്രാറ്റജിക്കലി സ്കിപ്പ് ചെയ്യുക. തീരെ ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യങ്ങൾ ഇത് ചിലപ്പോൾ ഒന്ന് കത്തണമെങ്കിൽ നമ്മളെന്താണ്, കാരണം ഇതേ മോഡൽ ചിലപ്പോൾ എന്താണ് വേറെ തന്നെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് ക്വസ്റ്റ്യൻ തരിക. ഇതിപ്പോൾ ഓപ്പറേഷനും ഡോക്ടറൊക്കെ എഴുതുന്നത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കോണ്ടെക്സ്റ്റ് തരുന്ന നേരത്ത് ആകെ നമ്മൾ കൺഫ്യൂഷനാവും. അപ്പോൾ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടെങ്കിൽ എന്താണ് അതിലേക്ക് നമ്മളെന്താണ് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഡിസിഷൻ ട്രീൻ്റെ നമുക്കെന്താണ് പറയാനായിട്ടുള്ളത്. ഡിസിഷൻ ട്രീ കഴിഞ്ഞാൽ പിന്നെന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ അതും ഇതേപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആക്ടിവിറ്റീസിനെ നമ്മളെന്താണ് ഒരു അവൈലബിൾ റിസോഴ്സ് വെച്ചിട്ട് എന്താണ് ഒരു ഒപ്റ്റിമം ഏത് റിസോഴ്സാണ് നമ്മൾ എത്ര യൂസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ LPP എന്താണെന്നൊക്കെ ചോദിക്കുള്ളൂ ക്വസ്റ്റ്യനിലെ. വാട്ട് ഡു യു മീൻ ബൈ എന്താണ് LPP എന്ന് ചോദിക്കുക. അത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമാണ്. അപ്പോൾ എന്താണ് അത് ഇതൊക്കെ നോക്കിയിട്ട് എഴുതുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി നമ്മളെന്താണ് റെക്കോർഡ് ക്ലാസ്സിൽ അതിനെക്കുറിച്ചിട്ട് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രധാനമായിട്ടും എത്ര പ്രൊഡക്റ്റ് എടുക്കണം, ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് എടുക്കേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെയാണ് ലീനിയർ പ്രോഗ്രാമിങ്ങിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെന്താണ് ഈ പറയുന്ന ഈ LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം
നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് നോക്കി വെക്കുക. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നമുക്കൊന്ന് വായിക്കാം. എ മാനുഫാക്ചറർ ഓഫ് ഫർണിച്ചർ മേക്സ് 2 പ്രൊഡക്റ്റ്, ചെയർ ആൻഡ് ടേബിൾ. അതായത് എന്താണ്, ഒരു മാനുഫാക്ചറർ എന്തൊക്കെയാണ്, ചെയർ അതേപോലെ ടേബിൾ, ഈ 2 സംഗതികൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രോസസ്സിങ് ഓഫ് ദീസ് ഈസ് ഡൺ ഓൺ 2 മെഷീൻ. അപ്പോൾ ഇത് രണ്ടും പ്രോസസ്സ് ചെയ്യാൻ 2 മെഷീൻ ഉണ്ട്. ഒരു എ എന്ന് പറഞ്ഞ മെഷീനുണ്ട്, ഒരു ബി എന്ന് പറയുന്ന മെഷീനുണ്ട്. എ ചെയർ റിക്വയർ 2 hours ഓഫ് മെഷീൻ എ. അതായത് ചെയർ ഈ മെഷീൻ എയിൽ ഉണ്ടാക്കാൻ എത്ര വേണം, 2 hour വേണം എന്നുള്ളതാണ്. ആൻഡ് 6 hours ഓൺ മെഷീൻ ബി. ചെയർ മെഷീൻ ബിയിലിട്ട് ഉണ്ടാക്കാൻ എന്ത് വേണം, 6 മണിക്കൂർ വേണം എന്നുള്ളതാണ്. എ ടേബിൾ, അതായത് എ ടേബിൾ റിക്വയർ 5 hours ഓൺ മെഷീൻ എ. ടേബിള് മെഷീൻ എയിൽ 5 hour വേണം ഉണ്ടാക്കണമെങ്കിൽ. മെഷീൻ എ ആൻഡ് നോ ടൈം ഓൺ ബി. അതായത് ടേബിൾ എന്താണ് ബിയിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. നോ ടൈം എന്ന് വെച്ചാൽ എന്താണ്, നോ ടൈം എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ചുരുങ്ങിയ സമയം കൊണ്ടൊന്നല്ല, നോ ടൈമാണ്, അത് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ടേബിൾ ആകെ മെഷീൻ എ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുക. ദർ ആർ 16 hours ഓഫ് ടൈം പെർ ഡേ അവൈലബിൾ ഓൺ മെഷീൻ എ. ഈ മെഷീൻ എ ഒരു ദിവസത്തിൽ 16 മണിക്കൂർ വർക്ക് ചെയ്യും. പിന്നെന്താണ് 30 hours ഓൺ മെഷീൻ ബി, 30 hour. ഓക്കെ, ദർ ആർ 16 hours ടൈം പെർ ഡേ അവൈലബിൾ ഓൺ മെഷീൻ എ ആൻഡ് 30 hours. അതായത് ഇതിൽ ചെറിയൊരു കണക്ക് തെറ്റുണ്ട്. 30 മണിക്കൂർ ഒരു ദിവസം തന്നെ ഇല്ല, 24 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പോൾ അത് കണക്കിൽ എന്താ ഒരു ഡേ അല്ലെങ്കിൽ വീക്കറ്റ് ആക്കേണ്ടി വരും പോലെ. അപ്പോൾ ഒരു ദിവസത്തിൽ ഇവിടെ 30 മണിക്കൂർ മെഷീൻ ബി വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഗെയിൻഡ് ബൈ ദ മാനുഫാക്ചറർ ഫ്രം ചെയർ. അതായത് ചെയർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് വെച്ചാൽ 1 രൂപയാണ് ഒരു ചെയറിന് കിട്ടുന്ന പ്രോഫിറ്റ്. ടേബിൾ ആകുമ്പോൾ എന്താണ്, അത് 5 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഫോർമുലേറ്റ് LPP. നമ്മളോടൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, അതായത് കുറച്ച് ഇക്വേഷൻസ് ഉണ്ടാക്കാനാണ് പറയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് എന്ത് വേണ്ടത്, ഇതിൻ്റെ ഗ്രാഫും വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ചെയറിന് നമ്മൾ എക്സ് എന്ന് പേര് കൊടുക്കുക, ടേബിളിന് ഇവിടെ ചെയറിന് X1 എന്നും ടേബിളിന് X2 എന്നും പേര് കൊടുക്കുക. എക്സും വൈ ആയാലും കുഴപ്പമില്ല കേട്ടോ, എക്സും വൈ ആയാലും കുഴപ്പമില്ല. നമ്മൾ എന്താണ് ഇവിടെ X1 എന്നും X2 എന്നും കൊടുക്കുകയാണേ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് എത്ര പ്രോഫിറ്റ് ഓരോന്ന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റ് എത്ര കിട്ടും, ആദ്യം അത് എഴുതി വെക്കണം ക്വസ്റ്റ്യനിൽ. പ്രോഫിറ്റ് എത്ര കിട്ടും, അപ്പോൾ എത്ര ചെയർ ഉണ്ട് എന്നുള്ളതിനാണ് X1 കൊടുക്കുന്നത്, എത്ര ടേബിൾ ഉണ്ട് അത് നമുക്ക് അറിയില്ലല്ലോ അല്ലേ. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ പറഞ്ഞ്, ചെയറിന് 1 രൂപ പ്രോഫിറ്റ് കിട്ടും, ടേബിളിൽ നിന്ന് 5 രൂപ പ്രോഫിറ്റ് കിട്ടും, 2 മെഷീൻ ഉണ്ട്, മെഷീൻ എയും മെഷീൻ ബിയും. മെഷീൻ എ ഒരു ദിവസം 16 മണിക്കൂർ വർക്ക് ചെയ്യും, മെഷീൻ ബി ഒരു ദിവസം 30 മണിക്കൂർ വർക്ക് ചെയ്യും. എന്താണ്, മെഷീൻ എ ചെയർ ഉണ്ടാക്കാൻ അതിന് 2 മണിക്കൂർ മതി, ടേബിൾ ഉണ്ടാക്കാൻ അതിന് 5 മണിക്കൂർ വേണം. മെഷീൻ ബിക്ക് ടേബിൾ ഉണ്ടാക്കാൻ 6 മണിക്കൂർ വേണം, പക്ഷേ ചെയർ ഉണ്ടാക്കാൻ 6 മണിക്കൂർ വേണം, ടേബിൾ അതിനെക്കൊണ്ട് ഉണ്ടാക്കാനും പറ്റില്ല എന്നും പറഞ്ഞു. ഓക്കെ, പറഞ്ഞ ക്ലിയർ അല്ലേ. മെഷീൻ എക്ക് അല്ലെ ചെയറിൽ നിന്ന് ഉണ്ടാവുന്ന പ്രോഫിറ്റ് എത്രയാണ്, ഒരു ചെയർ വിറ്റാൽ എത്ര പ്രോഫിറ്റ് കിട്ടും, എത്ര പ്രോഫിറ്റ് അവിടെ പറയുന്നത്, 1 രൂപ. അപ്പോൾ എത്ര ചെയറാന്ന് വെച്ചാൽ നമ്മൾ X1 ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ X1 × 1, അതായത് എന്താണ് X1 × 1 X1 തന്നെയല്ലേ അല്ലേ. ഇപ്പോൾ A × 1 A അല്ലേ, 5 × 1 5 അല്ലേ വരും അല്ലേ. X1 × 1 1 രൂപ എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 30 ചെയർ ഉണ്ടാക്കുകയാണെങ്കിൽ 30 ചെയർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണ്, 30 രൂപ അല്ല. എനിക്കിപ്പോൾ ഒരു ബുക്ക് വിൽക്കുമ്പോൾ 1 രൂപ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ 100 ബുക്ക് ഞാൻ വിൽക്കുമ്പോൾ എത്ര അതിന് പ്രോഫിറ്റ് കിട്ടുക, 100 രൂപയല്ലേ. അപ്പോൾ X1 ചെയർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, X1 പ്രോഫിറ്റ് തന്നെ കിട്ടും അല്ലേ. എണ്ണയാണ് പറഞ്ഞത്, 30 ചെയർ ഉണ്ടാക്കുകയാണെങ്കിൽ 30 രൂപ പ്രോഫിറ്റ്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ടേബിളിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്, 5 ആണ്. ടേബിളിൽ നിന്ന് കൊടുത്ത വേരിയബിൾ എത്ര, നമ്പറിൻ്റെ വേരിയബിൾ X2 ആണ്. അപ്പോൾ X2 × 5 എത്ര ടേബിൾ അല്ലെങ്കിൽ എത്ര ചെയർ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പോൾ ഓരോന്നും എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ 5x2 ആണ് എന്ത്, അപ്പോൾ ഇത് ചെയറിൻ്റെ പ്രോഫിറ്റാണ്, ഇത് ടേബിളിൻ്റെ പ്രോഫിറ്റാണ്. അപ്പോൾ എന്താണ് ടോട്ടൽ പ്രോഫിറ്റ് എത്ര കിട്ടും നമുക്ക്, ടോട്ടൽ പ്രോഫിറ്റ്
x1 പ്ലസ് എന്താണ് 5x2 ആണ്. ഓക്കെ, x1 പ്ലസ് എന്താണ് 5x2 ആണ് എന്ത് ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് ചേർന്നും ടേബിളിൽ നിന്നും കൂടി കിട്ടുക. അപ്പോൾ ആദ്യം അതൊരു ഇക്വേഷൻ ആയിട്ട് ചെയ്താൽ ടോട്ടൽ പ്രോഫിറ്റിനെ z ആയിട്ട് കാണിക്കുക. സോ z ഇസ് ഈക്വൽ ടു x1 പ്ലസ് എന്താണ് 5x2. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് മെഷീൻ എൻ്റെ കേസ് നോക്കുക. മെഷീൻ എയിൽ ചെയർ ഉണ്ടാക്കാൻ 2 മണിക്കൂറും ടേബിൾ ഉണ്ടാക്കാൻ 5 മണിക്കൂറുമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ടൈം റിക്വയർഡ് ടു മേക്ക് ചെയർ, അതായത് എന്താണ് 2 ഇൻറ്റു നമ്മൾ നമ്പർ ഓഫ് ചെയറിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് x1 എന്നാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ 100 ചെയർ ഉണ്ടാക്കുകയാണെങ്കിൽ 2 മണിക്കൂറല്ലേ വേണ്ടത്, 200 മണിക്കൂർ വേണം. അപ്പോൾ എന്താണ് 2x1 ആണ് എന്തിൽ വേണ്ടത്, ടൈം ഫോർ മെഷീൻ എ ടു എന്താണ് പ്രൊഡ്യൂസ് ചെയർ. ടേബിളിന് നമ്മൾ എക്സ് അല്ലേ, ഇതിന് x1 ആണ്, ഇതിന് x2 അല്ലേ. അപ്പോൾ ടേബിളിൽ നമ്മൾ എന്താണ് 5 രൂപയാണ്, 5 മണിക്കൂറാണ്, 5 രൂപയല്ല 5 മണിക്കൂറാണ് മെഷീൻ എക്ക് വേണ്ടത്. അപ്പോൾ x2 ടേബിൾ ഉണ്ടാക്കാൻ എത്ര മണിക്കൂർ വേണം, x2 ടേബിൾ ഉണ്ടാക്കാൻ 5 ഇൻറ്റു x2 ദാറ്റ് ഈസ് 5x2 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 16 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ 16 മണിക്കൂറിൽ എന്താണ് ഇങ്ങനെ എഴുതുക, 2 ചെയർ ഉണ്ടാക്കാൻ 2 മണിക്കൂർ ഇൻറ്റു എന്താണ് നമ്പർ ഓഫ് ചെയർ പ്ലസ് 5 മണിക്കൂർ ഇൻറ്റു നമ്പർ ഓഫ് ടേബിൾ. അങ്ങനെ എത്ര ഉണ്ടാക്കിയാലും നമുക്ക് എന്താ ഉള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 മണിക്കൂറേ ഉള്ളൂ അല്ലേ. 16 മണിക്കൂറേ ഉള്ളൂ എന്ത് ഇതിൻ്റെ വർക്കിംഗ്, 16 മണിക്കൂർ. അപ്പോൾ ഇത് എന്താണ് അതിനൊരു കോമ്പിനേഷൻ വെച്ച് ഉണ്ടാക്കേണ്ടി വരും. ഇപ്പോൾ 2 ടേബിൾ വേണം ഉണ്ടാക്കാം, 3 ചെയർ ഉണ്ടാക്കാം അല്ലേ. ഇപ്പോൾ 2 ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ് 5 ഇൻറ്റു എത്രയാണ് 2 ടേബിൾ. അപ്പോൾ 2 ടേബിൾ എന്ന് പറയുമ്പോൾ x2 ടേബിളിന് 2 ആണെങ്കിൽ 2 ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ 2 ടേബിൾ ഉണ്ടാക്കാൻ ഓരോന്നിനും 5 മണിക്കൂർ വേണം. അപ്പോൾ 2 ഇൻറ്റു 5 മൊത്തം 10 മണിക്കൂർ. പിന്നെ 3 ചെയറും വേണം ഉണ്ടാക്കാം, 3 മണിക്കൂർ 2 മണിക്കൂറാണ് ടേബിൾ ചെയറിന് വേണ്ടത്. അപ്പം x1 3 ആയി കഴിഞ്ഞാൽ 2 ടേബിൾ 2 ചെയർ 3 ടേബിൾ 3 ചെയറാണേ. 3 ചെയർ ഉണ്ടാക്കണമെങ്കിൽ എന്താണ് ഓരോന്നും 2 മണിക്കൂർ വെച്ച്. അപ്പോൾ എന്താണ് 3 ഇൻറ്റു 2 6, അങ്ങനെ 16 മണിക്കൂർ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 2 ടേബിളും 3 ചെയറും ഉണ്ടാക്കാം. അതിനപ്പുറം നമുക്ക് അല്ല, ഇതിപ്പോൾ ഒരു ചെറിയൊരു കോമ്പിനേഷൻ പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കോമ്പിനേഷൻ വെച്ച് ചെയ്യാം. മാക്സിമം എന്താണ് ലെസ് ഓർ എന്താണ് ഈക്വൽ ടു 16 hours ഉള്ളൂ. അപ്പോൾ അതിന് ഒരു ഇക്വേഷനായിട്ട് എന്താണ് ഇങ്ങനെ എഴുതുക. ഇനി എന്താണ് മെഷീൻ ബീൻ്റെ കേസ്. മെഷീൻ ബീൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതിനെ കൊണ്ട് ചെയർ മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ, ടേബിൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, അപ്പോൾ അത് 6 ഇൻറ്റു x1 പ്ലസ് 0 ഈസ് എന്താണ് ഗ്രേറ്റർ ദാൻ ആർ ഈക്വൽ ടു 30 hours ആണ് അതിൻ്റെ മാക്സിമം എന്ത് വർക്കിംഗ് ടൈം. ആ സമയത്തിലുള്ള എന്താണ് മാക്സിമം എന്താണ് ഈ പറയുന്ന ചെയർ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസം 24 ഉള്ളൂ. അപ്പോൾ അതിൽ കണക്കിൽ തെറ്റാ. ഒരു വീക്കിലായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചത്, ഒരു വീക്കാണ് ശരിക്കും ഇവിടെ പറയേണ്ടത്. വീക്കായിരിക്കും, കാര്യം ഒരു ഡേ വല്ല മാറിപ്പോയതായിരിക്കും ടൈപ്പ് ചെയ്തതല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞത് 24 മണിക്കൂറേ നമുക്കൊരു ദിവസത്തിലുള്ളൂ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ എന്താണ് ഇങ്ങനെ എടുക്കുക, അതായത് ആദ്യം എന്താണ് ടോട്ടൽ പ്രോഫിറ്റിന് കിട്ടിയ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഇക്വേഷൻ എന്താണ് z ഇസ് ഈക്വൽ ടു z മീൻസ് പ്രോഫിറ്റാണ് x1 പ്ലസ് എന്താണ് 5x2. പിന്നെന്താണ് ഇത് മെഷീൻ എൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് 2x1, അതായത് 2 മണിക്കൂറിന് എന്താണ് ഒരു ടേബിൾ ചെയർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, 5 മണിക്കൂറിനൊരു ടേബിൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്താണ് ലെസ് ഓർ ഈക്വൽ ടു 16 hours ഉള്ളൂ. പിന്നെ നമ്മൾ മെഷീൻ ബി നോക്കിക്കഴിഞ്ഞാൽ 6 ചെയർ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ലെസ് ഓർ ഈക്വൽ ടു 30 hours ഉള്ളൂ അവർക്ക്. പിന്നെ x1 എന്താണ് അത് 0 ആവാം, അതിലും കൂടുതലാവാം അല്ലെ. x1 വെച്ചാൽ ചെയർ 0 ചെയറിൽ നിന്ന് മുകളിലോട്ട് വരാം. അപ്പോൾ എന്താണ് x1 മൈറ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 മൈറ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എന്തിൽ വരുന്നത് നമ്മുടെ ഈ പറയുന്ന ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഇക്വേഷൻ. ഇങ്ങനെയാണ് അതിൻ്റെ എന്താണ് ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, പറഞ്ഞത് ക്ലിയർ അല്ലേ?
അപ്പോൾ ഇങ്ങനെ ഇക്വേഷനിലേക്ക് എത്തിക്കണം നമ്മൾ, അത് ഈ ഇക്വേഷനിലേക്ക്. കാരണം ഇതിൽ നമുക്ക് മാക്സിമൈസ് ചെയ്യണം. ഇത് പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ മാക്സിമൈസ് ചെയ്തത് കേട്ടോ. ലോസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി പറയാം. ഓക്കെ 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 ഒന്നുകൂടി ഞാൻ ആദ്യം മുതൽ പറയുകയാണേ. കാര്യം എന്താ വെച്ചാൽ ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം അതിൽ. അപ്പോൾ ഇവിടെ ആ ഡേൻ്റെ കണക്ക് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അത് ഇപ്പോൾ അവർക്ക് ടൈപ്പിംഗ് എറർ വന്നായിരിക്കും. മറ്റേതൊക്കെ നോക്കുക. ഇവിടെ ഒന്നുകൂടി മനസ്സിലാക്കുക. നമുക്ക് ചെയറും ടേബിളും ഒരാൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, ചെയർ ആൻഡ് ടേബിൾ. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ അതിനൊന്നിന് X1 അല്ലെങ്കിൽ X2 എന്നോ അല്ലെങ്കിൽ X&Y എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. ഞാനിവിടെ X1 X2 എന്നേ കൊടുക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റിൽ നമ്മൾ അതിന് എടുത്തത് കൊണ്ട് X1 X2 എന്നാണ് കൊടുത്തത്. അപ്പോൾ ചെയർ അതേപോലെ ടേബിളുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എത്ര ചെയറാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ എത്ര എണ്ണാണെങ്കിലും അതിന് X1 എന്ന് കൊടുക്കുക. അത് 0 മുതൽ ഉള്ള സംഖ്യ ആയിരിക്കും. 0 ചെയറാവാം, 1 ആവാം, 2 ആവാം, എത്ര വരെ ആവാം. എത്ര ടേബിളാണ്, നമ്പർ ഓഫ് ടേബിൾ എത്രയാണെന്ന് അറിയില്ല. അതിന് നമ്പർ ഓഫ് ടേബിളിന് X2 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. എത്രയാണെന്ന് അറിയില്ല. ക്വസ്റ്റ്യനിൽ പറയുന്നത് ചെയറിന് നമുക്ക് 1 രൂപയാണ് എന്ത് കിട്ടുക, നമുക്ക് വരുമാനം കിട്ടുക. ടേബിളിൽ നിന്ന് 5 രൂപയാണ് വരുമാനം കിട്ടുക എന്നുള്ളതാണ്. 2 മെഷീൻ ഉണ്ട്. എന്തൊക്കെയാണ് 2 മെഷീന്? ഒന്ന് A ഉണ്ട്, ഒന്ന് B ഉണ്ട്. നമ്മുടെ ചെയർ ഒറ്റ മിനിറ്റ്, നമ്മുടെ ചെയർ എടുത്തിട്ട് ഏന്ന് ഉണ്ടാക്കണമെങ്കിൽ അതിന് എത്ര മണിക്കൂറായിരുന്നു വേണ്ടത്? ചെയർ 2 മണിക്കൂറാണ് വേണ്ടത്. ഒരു ചെയർ ഉണ്ടാക്കണമെങ്കിൽ 2 മണിക്കൂറാണ് വേണ്ടത്. നമ്മുടെ ടേബിള് എന്ന് പറഞ്ഞ മെഷീനിലിട്ടുണ്ടാക്കാൻ 5 മണിക്കൂർ വേണം. പക്ഷേ 16 മണിക്കൂറാണ്. ഇതിപ്പോൾ നമുക്ക് ഡേ എന്നാ പറഞ്ഞ വീക്കാക്കാം. ഈ എന്ന് പറഞ്ഞ മെഷീൻ ഒരു ആഴ്ചയിൽ 16 മണിക്കൂറാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ചെയർ B എന്ന് പറയുന്ന മെഷീനിൽ 5 മണിക്കൂറാണ് വേണ്ടത്. എവിടെ നോക്കട്ടെ, ടേബിൾ റിക്വയർ 5 hours ഓൺ മെഷീൻ A. 6 മണിക്കൂറാണേ, സോറി. ചെയർ മെഷീൻ Bയിൽ നിന്നുണ്ടാക്കാൻ 6 മണിക്കൂർ വേണം. പക്ഷേ ഈ ടേബിൾ മെഷീൻ Bയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ ലൈന് വരയ്ക്കേണ്ട. ടേബിൾ എന്താണ് മെഷീൻ Bയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. മൊത്തത്തിൽ ഒരു ആഴ്ചയിൽ 30 മണിക്കൂറാണ് B വർക്ക് ചെയ്യുക. നമ്മളോട് ചോദിച്ചത് പ്രോഫിറ്റ് എത്രയാണ്? 1 5 ആണ്. ഒരു LPP പ്രോബ്ലം ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ പറയുന്നു. എന്തിനു വേണ്ട? മാക്സിമൈസ് ടോട്ടൽ പ്രോഫിറ്റ്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എത്ര കിട്ടും? അപ്പോൾ ആദ്യം ടോട്ടൽ പ്രോഫിറ്റിന് നമ്മൾ Z എന്ന വാല്യൂ കൊടുക്കുക. X1 എന്ന് വെച്ചാൽ നമുക്കറിയില്ല, എനി നമ്പർ ഓഫ് ചെയർ ആണ് X1 കേട്ടോ. അപ്പോൾ എത്ര കിട്ടുക? X1 × 1 അല്ലേ വരും അല്ലേ? ഇപ്പോൾ X1 10 ആണെങ്കിൽ എത്ര രൂപ ചെയറിന് പ്രോഫിറ്റ് കിട്ടും? 10 ചെയർ നമ്മൾ ഉണ്ടാക്കിയാൽ എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും? 10 × 1 ചെയ്താൽ പോരെ അല്ലേ? 10 × 1 ചെയ്താൽ പോരെ? കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ Z എന്നുള്ളത് പ്രോഫിറ്റിന് കൊടുക്കുക. Z എന്നുള്ളത് പ്രോഫിറ്റിന് കൊടുക്കുക. അപ്പോൾ Z ആയതുകൊണ്ട് ഇങ്ങനെ എഴുതുക, മാക്സിമൈസ് പ്രോഫിറ്റ് അല്ലേ ചെയ്യേണ്ടത്. പ്രോഫിറ്റ് പരമാവധി ഉണ്ടാക്കണമെങ്കിൽ എത്ര ചെയറാണെന്നറിയില്ല, X1 ചെയർ. അപ്പോൾ 1 ആയതുകൊണ്ട് എന്താണ് X1 × 1 X1 തന്നെ വരുള്ളൂ. X1 × 1 X1 എഴുതുന്നില്ല നമ്മൾ അല്ലേ? ഇപ്പം എന്താണ് അത് X1 മാത്രമേ എഴുതൂ. ഏതൊരു സംഖ്യനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ സംഖ്യനെ, അതുകൊണ്ട് X1.
അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് 5 രൂപയാണ് എന്ത് ടേബിളിൻ്റെ പ്രോഫിറ്റ് 5 ഇൻറ്റു x2 അപ്പോൾ 5x2 എന്ന് എഴുതുക. ഇത് ആ ഒരു ഇക്വേഷനാണ്. ഓക്കെ, ഇത് കൂടാതെ എത്ര ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഇക്വേഷൻ കാണിക്കുക. അപ്പോൾ എത്ര ഉണ്ടാക്കാം, ഈ എ എന്ന് പറഞ്ഞതിന് എത്ര ഉണ്ടാക്കാൻ പറ്റും? അപ്പോൾ എ എന്ന് പറഞ്ഞതിൽ x1 എന്താണ് 2 എണ്ണം അല്ല ഒരു 2 മണിക്കൂർ ഉണ്ടാക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2 മണിക്കൂറിൽ 2x1 ആണ്. ഈ ടേബിൾ എത്രയാണ് 5 എണ്ണം 5x2 ആണ്. എത്ര സമയമുള്ളൂ? 16 മണിക്കൂറുള്ളൂ. അപ്പം എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 ആണ് അല്ലെ, 16 മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് ഉണ്ടാക്കണം. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അടുത്ത ഇക്വേഷൻ എന്താണ്? ബിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ചെയർ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് 6 മണിക്കൂർ വേണം ഒരു ചെയർ ഉണ്ടാക്കാം. അപ്പോൾ 10 ചെയർ ആണെങ്കിൽ 60 മണിക്കൂർ. അപ്പോൾ എന്താണ് 6 ഇൻറ്റു x1 മാത്രമേ പറ്റുള്ളൂ. എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതിലാകാം ടോട്ടൽ 30 മണിക്കൂർ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഈ x1 എന്താണ് അത് ഉണ്ടാക്കാനും ഉണ്ടാക്കാതിരിക്കാനും പറ്റും. അപ്പോൾ എന്താണ് x1 വിൽ ബി എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 വിൽ ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഈ ഇക്വേഷൻസ് എഴുതലാണ് LPPൻ്റെ ഇക്വേഷൻസ് എഴുതാന്ന് വെച്ചാൽ. അപ്പോൾ അതിന് എന്താണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അത് കുറച്ച് ഈ പറയുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതിയിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അത് അങ്ങനെ നോക്കുക. നമുക്കിതിലൊരു എന്താണ് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട്. ഇത് എന്താണ് അടുത്ത ക്ലാസ്സിൽ നോക്കിയിട്ട് ഇതിൻ്റെ എന്താണ് ഗ്രാഫും കൂടി നമുക്കൊന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് തീർക്കാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. നെക്സ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് നമുക്കെന്താണ് ഇതിലെ LPPൻ്റെ അടുത്ത ഇതും കൂടി തീർക്കേ. എന്നാൽ ശരിയേ.